പ്രകാശൻ തന്നെ വിക്രമിനെ കൊല്ലുകയാണ്. ഒരിക്കൽ താലോലിച്ച് തലയിലെടുത്തുകൊണ്ട് നടന്ന വിക്രമിനെ തന്നെ പ്രകാശൻ കൊന്നുകളയുന്നു. അതും സ്വന്തം പെൺമക്കൾക്ക് വേണ്ടി. തൻ്റെ 3 പെൺമക്കൾക്കും വിക്രം ഒരു കാലനായി തീരുമെന്ന് മനസ്സിലാക്കുന്നതോടുകൂടിയാണ് പ്രകാശനെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വിക്രമിൻ്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്നും വിക്രമിൻ്റെ ക്രൂര മനസ്സ് ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കുന്ന പ്രകാശൻ വിക്രം ഉറങ്ങിക്കിടക്കുമ്പോൾ വിക്രമിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. തൻ്റെ 3 പെൺമക്കൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണമെന്ന് പ്രകാശന് തോന്നുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ താലോലിച്ച് വളർത്തിയ മകനെ തന്നെ പ്രകാശൻ ഇല്ലാതാക്കുന്നു. തൻ്റെ പെൺമക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും തൻ്റെ പെൺമക്കൾ എന്നും സുരക്ഷിതമായിരിക്കാനുമായിരുന്നു പ്രകാശൻ അങ്ങനെ ചെയ്യുന്നത്. സ്വന്തം പെങ്ങന്മാരോട് ഒരു ദയവുമില്ലാതെ അവരെ കൊല്ലാൻ നടക്കുന്ന വിക്രത്തിനെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് പ്രകാശന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ കഥയുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവിധത്തിലും പ്രകാശൻ പല രീതിയിലും പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ വിക്രം അതിനൊന്നും തയ്യാറാകാതെ വരുമ്പോഴായിരുന്നു പ്രകാശന് എല്ലാം മറന്ന് ഈ കടുങ്കൈ ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇത് സംഭവിക്കുകയാണ്. അതോടുകൂടി തൻ്റെ പെൺമക്കളോട് എത്രമാത്രം സ്നേഹം അച്ഛനുണ്ടായിരുന്നു എന്ന കല്യാണിയും മറ്റുള്ളവരും മനസ്സിലാക്കുകയാണ്. എന്തായാലും പ്രകാശൻ്റെ കൈകൊണ്ട് തന്നെ ഊട്ടി വളർത്തിയ പ്രകാശൻ്റെ കൈകൊണ്ട് തന്നെ വിക്രം മരിക്കുകയാണ് ചെയ്യുന്നത്.